മലയാള സിനിമയെ ലോക സിനിമയുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ചെമ്മീനിന്റെ ശില്പികളായ കൺമണി ബാബുവിനെയും രാമു കാര്യേട്ടനെയും കേരളം മറന്നതിൽ പ്രതിഷേധിച്ച് മാനസം മൈനേ വരൂ എന്നൊരു പുസ്തകം തന്നെ പുറത്തിറക്കിയിരിക്കുകയാണ് ചലച്ചിത്ര ഗാന ഗവേഷകനും എഴുത്തുകാരനുമായ സതീഷ് കുമാർ വിശാഖപട്ടണം. 1966 ഓഗസ്റ്റ് 19 മലയാള സിനിമയെ ആദ്യമായി പൊന്നണിയിച്ച ചെമ്മീൻ കേരളത്തിലെ തിയേറ്ററുകളിലെത്തിയത്. സിനിമയുടെ 60ാം വാർഷിക ദിനം കടന്നു പോകുമ്പോഴും ചിത്രത്തിന്റെ നിർമ്മാതാവ് ബാബു ഇസ്മായിൽ സേട്ട് എന്ന കൺമണി ബാബുവും ചിത്രത്തിന് സാക്ഷാത്കാരം നൽകിയ പ്രശസ്ത സംവിധായകൻ രാമു കാര്യാട്ടും ഇപ്പോഴും മറവിയുടെ കടലാഴങ്ങളിൽ തന്നെയാണ്. പ്രശസ്ത സംവിധായകൻ രാമു കാര്യാട്ടിന്റെ ജന്മനാടായ തൃശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂരിൽ അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ട് വർഷങ്ങളായി എങ്കിലും പദ്ധതി ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. മലയാള സിനിമയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു സിനിമയുടെ നിർമ്മാതാവിനും സംവിധായകനും അർഹമായ സ്മരണയും സ്മാരകവും പോലും ലഭിക്കാതെ പോകുന്നതിലുള്ള പ്രതിഷേധമായിട്ടാണ് മാനസമൈനേ വരൂ എന്ന പുസ്തകം കൺമണി ബാബുവിനും രാമു കാര്യാട്ടിനും സമർപ്പിക്കുന്നത് എന്ന് എഴുത്തുകാരൻ സതീഷ് കുമാർ വിശാഖപട്ടണം പറയുന്നു. മലയാള സിനിമയെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ മഹാനായ ഒരു നിർമ്മാതാവ് കൺമണി ബാബു, അദ്ദേഹത്തെ നമ്മുടെ സാംസ്കാരിക കേരളം മറന്നുപോയി. ആ ഒരു പ്രതിഷേധമാണ് ഞാൻ ഈ പുസ്തകത്തിന് മാനസമൈനേ വരൂ എന്ന് പേരിടാൻ തന്നെ കാരണം. അദ്ദേഹത്തെ മാത്രമല്ല, ആ സിനിമ അനശ്വരമാക്കിയ സംവിധായകൻ രാമു കാര്യേട്ടനും കേരളം അദ്ദേഹത്തെ മറന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പിന്റെയും കേരള ചലച്ചിത്ര അക്കാദമിയുടെയും ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് തന്റെ പ്രതിഷേധമെന്നും പാട്ടോർമകൾ അറ്റ് 365 എന്ന ചലച്ചിത്രഗാന ഗവേഷണ പരമ്പരയിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ സതീഷ് കുമാർ വിശാഖപട്ടണം പറഞ്ഞു. സൂര്യന് താഴെയുള്ള എല്ലാ വിഷയങ്ങളും വർത്തമാന സംഭവങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പങ്ക്തിയാണ് പാട്ടോർമകൾ അറ്റ് 365. മറ്റേ ദിവസം പോലും മുടങ്ങിയിട്ടില്ല. 6 വർഷമായി തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ എനിക്ക് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡിൽ സ്ഥാനം പിടിക്കാനും കഴിഞ്ഞു. മലയാള സിനിമയുടെ അഭിമാനമായി മാറിയ ചെമ്മീനിന്റെ ശില്പികളെ ചരിത്രത്തിന്റെ മറവിയിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് അർഹമായ സ്മാരകവും ആദരവും ഉറപ്പാക്കാനുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പുസ്തകം. ജയ് ഹിന്ദ് ന്യൂസ്, തൃശൂർ.